1974 ഞാൻ സ്വന്തം വണ്ടി ഓടിച്ച് ഹജ്ജിന് പോയ ആളാണ്. അന്ന് നമുക്ക് എല്ലാവർക്കും വണ്ടി ഓടിച്ച് പോകാം. അപ്പോൾ സ്വന്തം നമ്മൾ തമ്പം പോയിട്ട്, അല്ലെങ്കിൽ നമ്മൾ സോഫി, നമ്മൾ കുറേ മലയാളി ആളുകളുണ്ട്. അപ്പോൾ അവരെടുത്ത് നമ്മൾ തമ്പ് അവർ കൂടെ പോകും. എൻ്റെ ഒരു ബന്ധുക്കാരുണ്ട്, മഹിയുദ്ദീൻ മദ്രാസി, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുമായിരിക്കും. ആലപ്പുഴയിൽ വേരുള്ള നല്ല അസല് മലയാളം പറയുന്ന ഒരു സൗദി പൗരൻ ഷെയ്ഖ് മുഹമ്മദ് സയ്യിദ് മലൈബാരി എന്ന അബൂ റയ്യാൻ. പ്രമുഖ സൗദി വ്യവസായിയായ ഷെയ്ഖ് മുഹമ്മദ് സയ്യിദ് മലൈബാരിയുടെ വിയോഗം ഇന്നലെയാണല്ലേ നമ്മൾ കേട്ടത്. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ രാവിലെ സുബ്ഹി നമസ്കാരത്തിന് ശേഷമായിരുന്നു മരണം. ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴയിൽ നിന്നാണ് അബൂ റയ്യാന്റെ കുടുംബം സൗദിയിലെത്തുന്നത്. അബൂ റയ്യാന്റെ കുടുംബം സൗദിയിലെത്തി 6 വർഷങ്ങൾ പിന്നിട്ട ശേഷമാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് സയ്യിദ് മുഹമ്മദ് അലി അബ്ദുൽ ഖാദർ മലൈബാരി ജിദ്ദയിൽ നിരവധി വ്യവസായ സംരംഭങ്ങൾ നടത്തിയിരുന്ന വ്യക്തിയായിരുന്നു. അബൂ റയ്യാൻ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ബിരുദം പൂർത്തിയാക്കിയത്. 1980-ൽ ബിസിനസ്സിലേക്ക് പ്രവേശിച്ചു. മുഹമ്മദ് സയ്യിദ് കൊമേഴ്ഷ്യൽ കോർപ്പറേഷന്റെ ഉടമയും മാനേജിംഗ് ഡയറക്ടറുമായ അബൂ റയ്യാൻ ബലദിലെ കശ്മീരി ടെക്സ്റ്റൈൽസിൽ സ്ഥാപിച്ച ടെക്സ്റ്റൈൽസ് മേഖലയിലേക്കും കടന്നു. ജിദ്ദയിലെ റൈമോൺസിന്റെ ഉടമയും ഇദ്ദേഹമായിരുന്നു. 1990കളിലെ ഇറാഖിന്റെ കുവൈത്ത് അധിനിവേശത്തെ തുടർന്നാണ് റൈമോൺസ് ഏറ്റെടുത്തത്. ജിദ്ദയിൽ ഗുഡ്വിൽ ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് നടത്തുന്ന പരിപാടികളിലെ നിറസാന്നിധ്യമായിരുന്നു. ഇക്കഴിഞ്ഞ മെയിൽ ജിദ്ദയിൽ GGI സംഘടിപ്പിച്ച മലൈബാരി സൗദികളുടെ സംഗമത്തിൽ മലയാളത്തിൽ പ്രസംഗിച്ച് കാണികളുടെ കയ്യടിയും നേടിയിരുന്നു. കേരളത്തിലേക്ക് പതിവായി യാത്ര നടത്തുന്നതും ഇദ്ദേഹത്തിന്റെ ഒരു പതിവായിരുന്നു. 3 ആൺമക്കളുണ്ട്.